കഴിഞ്ഞ മാസം റിലീസായ വിത്ത് ലവ് എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് റിലീസായത്. ഈ മാസം അതായത് മാർച്ചിൽ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട് പടം. അന്ന് എനിക്കത് കാണാൻ പറ്റിയില്ല. പക്ഷേ അതിൻ്റെ ഒരു നായകനൊരു സ്റ്റാർഡും ഇല്ല, പിന്നെ ഒരു മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാത്ത കാരണം അത് കേരളത്തിൽ നിന്നായിട്ട് വിജയിച്ചില്ല. പക്ഷേ തമിഴ്നാട്ടിൽ അത്യാവശ്യം ഓടിയെന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണ് ഞാനത് നെറ്റ്ഫ്ലിക്സിൽ കണ്ടത്. കാണാത്തത് അന്ന് തിയേറ്ററിൽ കാണാത്ത നഷ്ടമായി പോയെന്ന് തോന്നി. കുഴപ്പമില്ല കേട്ടോ, നല്ല ഉഗ്രം പടം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിഷേക് എന്ന് പറഞ്ഞ നായകൻ നായികയായിട്ട് അഭിനയിക്കുന്ന അനശ്വര രാജനുമാണ്. അഭിഷേക് നമ്മളറിയും ടൂറിസ്റ്റ് ഫാമിലിയിലെ ഡയറക്ടറാണ്. അതിനകത്തൊരു ചെറിയ റോള്, അതിനകത്തൊരു ആൽക്കഹോളിക്കായിട്ടൊരു ചെറിയൊരു റോളും പുള്ളി ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്ന റോളാണ് ചെയ്തത്. ഇതിൻ്റെ ഡയറക്ടർ മദൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. പക്ഷേ നല്ല കൈയടക്കത്തോടുകൂടി പുള്ളി പടം ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന നായകൻ വിവാഹമൊന്നും കഴിക്കാതെ ഒരു ഡിസൈനറായിട്ട് പുള്ളി ജീവിക്കുന്നു. അവിടെ പുള്ളിയുടെ പുള്ളിക്കൊരു കല്യാണാലോചന കൊണ്ടിരുന്നു ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ. പുള്ളി പെണ്ണിനെ കാണാൻ പോകുന്നു, ഒരു കോഫി ഷോപ്പിൽ പെണ്ണിനെ കാണാൻ പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഇവർ അറിയുന്നത് ഇവർ ഒരു സ്കൂളിൽ പഠിച്ചവരാണ്. അവിടെ അവർക്ക് ഇവർ സംസാരിച്ച് ഇവരുടെ പഴയ പ്രണയത്തെപ്പറ്റി ഇവർ സംസാരിക്കുന്നു. ഇവർ എങ്ങനെ തമ്മിൽ ആലോചിക്കുന്നു. നായിക പറയുന്നു, നമുക്ക് നമ്മുടെ സ്കൂളിൽ പോയി പഴയ അവരെ കാണാം എന്ന് പറയുന്നൊരു. അതോടുകൂടി ഇൻ്റർവെൽ കഴിഞ്ഞ് ഇവർ പഴയ സ്കൂളിലേക്ക് മദ്രാസിൽ നിന്ന് ട്രിച്ചിയിലേക്ക് പോകുന്ന കഥയാണ് കാണിക്കുന്നത്. അവിടെ ചെന്ന് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് കഥയുടെ കഥ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അനശ്വരരാജൻ ഉഗ്രനായിട്ടുണ്ട്. നായകനൊരു പുതുമുഖമാണ്, ചെറിയൊരു പതർച്ചയുണ്ട്, എന്നാലും അവൻ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഉള്ളറിഞ്ഞ പടം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ തോന്നുമെങ്കിലും പക്ഷേ അടിപൊളിയായിട്ട് ക്ലൈമാക്സും അവസാനം സംവിധായകൻ നേടിയെടുത്തു. നല്ല പടം കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്കൂളിൽ പ്രണയമൊക്കെ ഉണ്ടായവർക്ക് ഏതായാലും ഈ പടം കാണാം. ഒരു വൺ സൈഡ് പ്രണയം എങ്കിലും എല്ലാവർക്കും കാണുമല്ലോ. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വരെ ഈ പടം നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒന്ന് കണ്ടു നോക്കട്ടോ, വിത്ത് ലവ്. ഓക്കെ.